നമസ്കാരം. അയ്യോ പോരുത്, ഒരു സ്കിറ്റ് ഉണ്ട്. സോറി ചേട്ടാ. താങ്ക് യു. അപ്പോൾ രഞ്ജിനി ജോസും ടീമും ഒരു മഴ തന്നെ പെയ്യിച്ചിരിക്കുകയാണ് ഇവിടെ പാട്ടിൻ്റെ. അപ്പോൾ അടുത്തതായി ഡോംബിവലി കേരളി സമാജത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു ലേലം വിളി ഇവിടെ നടക്കാൻ പോവുകയാണ്. ലേലം വിളിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ലേലം. അപ്പം ലേലം വിളി ആരംഭിക്കാൻ പോവുകയാണ്. ഒരു ആട്ടിൻകുട്ടിക്ക് വേണ്ടിയുള്ള ലേലമാണ്. ഒരു ആട്ടിൻകുട്ടിക്ക് വേണ്ടിയുള്ള ലേലം നടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് വിളിക്കാം, ഹിന്ദിയിൽ വിളിക്കാം, മലയാളത്തിൽ വിളിക്കാം, ഏത് ഭാഷയിലാണോ വിളിക്കാം, മറാഠിയിൽ വിളിക്കാം. അപ്പം റെഡി? ഒരു ആട്ടിൻകുട്ടിക്ക് വേണ്ടിയുള്ള ലേലമാണ്. ആടുണ്ട്. അപ്പം ആദ്യം വിളിച്ചു. ആരാണ് വിളിക്കുന്നത്? ആടുണ്ട്. ആട് വരും. നല്ല സുന്ദരിയായ ആട്ടിൻകുട്ടിയാണ്. 1000 വിളിച്ചിരിക്കുന്നു. എത്ര വിളിക്കുന്നത് പറ? എത്ര? 10 രൂപ. ഒരു ആട്ടിൻകുട്ടിക്ക് ആടാ 10 രൂപ വിളിച്ച? കുറച്ച് കയറ്റി വിളി. ആട്ടിൻകുട്ടി നല്ല ആട്ടിൻകുട്ടിയാണ്. ആട്ടിൻകുട്ടിക്ക് കറുത്താടാണെന്നാ? പച്ചാട്. പ്രിയ ഒരു ആട്ടിൻകുട്ടിക്ക് വേണ്ടിയുള്ള ലേലമാണ്. നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ ഈ ലേലം നമുക്ക് മുമ്പോട്ട് പറ. 5000 രൂപ. അപ്പൊ ആരുണ്ട് ലേലം വിളിക്കാൻ? ആരുണ്ട് ലേലം വിളിക്കാൻ? ആരുമില്ലേ? ഞാൻ 100 ഇട്ടേ. ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂത പാടി സ്നേഹദൂത പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. പ്രിയമുള്ളവരെ, ആ സൈഡിൽ ശകലം വെളിച്ചമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അദ്ദേഹത്തെ ഇവിടെ നിന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മൈക്ക് അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. ബ്രിട്ടൻ സാഹിബ്, ഞാൻ അറിഞ്ഞില്ല ബ്രിട്ടൻ സാഹിബ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇതാ 100 ഇട്ടിരിക്കുകയാണ്. ഞാൻ 100 ഇട്ട്. പക്ഷെ അച്ചാറ്, ബീഡി, സിഗരറ്റ്, തീപ്പെട്ടി, ഡിസ്പോസൽ ഗ്ലാസ് എല്ലാം നീ മേടിക്കണം. എന്തായാലും അല്ല, പൈൻ്റ് എടുക്കാനല്ലേ? പൈൻ്റ് എടുക്കാനല്ലേ? പൈൻ്റ് എടുക്കാൻ 100 ഇടാനല്ല പറഞ്ഞത്. എടാ, ആടിന്റെ ലേലം. ആടിന്റെ അല്ലല്ലോ ലേലം. സുരേഷ് ഗോപിയിലല്ലേ? ഞാൻ സിനിമ ഉണ്ട്, അതിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, മരംപെട്ടുകാരനാണ് എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച ഡയലോഗ് ഇല്ലടാ അതിനകത്ത്. ഞങ്ങൾ വെറുതെ ഈ ഇത്രയും നല്ലൊരു പരിപാടി അടക്കുമ്പോൾ ഈ ആൾക്കാരുടെ കിടന്ന് അലമ്പ് കാണിക്കില്ല. അടിച്ച് 4 കാലി വന്നിരിക്കണം. എല്ലാവരും നോക്കണം, ഇത് എൻ്റെ എത്ര കാലുണ്ട്? 2 കാലിലേ ഉള്ളൂ. അപ്പൊ 4 കാലാറ്റ് തോന്നണമെങ്കിൽ യമനല്ലേ അടിച്ച് പിറ്റാറ്റ് 4 കാലെത്തിക്കുന്നത്? നീ അല്ലടാ 4 കാലെത്തിക്കുന്നത്. ഒരുമാതിരി അനാവശ്യം പറയല്ലേ. എന്താ നിങ്ങളെ പറ്റി ഇവിടെ മൊത്തം പരാതി കണ്ട ആൾക്കാർ? എന്നെ പറ്റി മൊത്തം പരാതി. നിങ്ങളെ പെണ്ണുമ്പിള്ള എന്തിനാ അടുത്ത് പരാതി പറഞ്ഞു? എന്താണ് നിങ്ങൾ എന്തൊരു അലമ്പാണ് അവിടെ കിടന്ന്? എന്തൊരു അലമ്പ് അവിടെ കിടന്ന്? ഈ പെൺപിള്ളി എൻ്റെ ഭാര്യ, ഇത് ഭയങ്കര പ്രശ്നമാണ്. അത് എല്ലായിടത്തും പറഞ്ഞിട്ട് കിടക്കണേ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവനെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം എന്താ പറഞ്ഞല്ലേ, നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ അവനെ കൂടെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അവൻ കിഴങ്ങനായി പോകും. അതെ, ഞാൻ മൈക്ക് സെറ്റ് ശ്രദ്ധിക്കാൻ അവന്റെ തലയിൽ ഒരു ഹാലജം വെച്ച് കെട്ടി കൊടുക്കണേ. അല്ല, എങ്ങോട്ട് നോക്കി സംസാരിക്കും? അല്ല, ഞാനൊരു കാര്യം. എന്താ കേട്ടില്ല? ഇനി വന്നേ. പേരെന്താണ്? പേര് എന്തായിക്കോട്ടെ, ബാബു. ആ ശിവസാഗർ ബാറിൽ കമന്ന് കിടന്ന ആളാണത്. നമ്മളെ പയ്യന്മാരെല്ലാം ഇപ്പൊ ശിവസാഗർ ബാറിൽ ഇരിപ്പുണ്ട്. അവിടെ പരിപാടി കിടക്കട്ടെ. അവിടെ ഒരു കോമഡി, 5ാമത്തെ പക്കെ ഞാനാണ് അടിച്ചത്. ശരി, എങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സുഹൃത്തെ, നിങ്ങൾ ഈ കിടന്ന് അലമ്പുണ്ടാക്കില്ല. നിങ്ങളെ ഭാര്യ നിങ്ങളെ പറ്റി പരാതിയാണ് സുഹൃത്തെ. എന്റെ ഭാര്യയുടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഭാര്യ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരി, എങ്കിൽ ആയിക്കോട്ടെ. വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ശരാശരി ഡെയിലി 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇപ്പം ക്ഷീണക്കാരന് ഇപ്പം ആരാണ് മദ്യപിക്കാത്ത? ഇപ്പം നീ ആയിരുന്നാലും ഞാനായിരുന്നാലും മദ്യപിക്കും. വളരെ തരക്കേടില്ലാത്ത രീതിയിൽ ഞാനൊരു 490 രൂപയ്ക്ക് മദ്യപിക്കും. ബാക്കി 10 രൂപ വളരെ ഭദ്രമായിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടു കൊടുക്കുമ്പോൾ എവളിത് കൺട്രോളില്ലാതെ ചിലവാക്കിയിട്ട് നമ്മളെ പോലുള്ള ആണുങ്ങളെ മണ്ടയ്ക്ക് ചാടിക്കാറുന്ന തെറ്റല്ലേ സഹോദര? തെറ്റല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ വന്നപ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം 4 പെക്കടിക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പം ഞാൻ 4 പെക്ക് അടിച്ചോണ്ട് വന്നപ്പോൾ എന്നെ കണ്ടോണ്ട് ഇവൾക്ക് ദേഷ്യം കൊണ്ട് കയറി. പിന്നെ ഇവള് ചോരെടുത്തറിയണതാ, പിള്ളേരെ അടിക്കണതാ, ഒരു പേളം തന്നെ. സത്യം പറഞ്ഞ അളിയാ,
4 പെക്കടിച്ചപ്പോൾ ഞാൻ അവിടെ മിണ്ടായിരിക്കുന്നത് കട്ടൻ ചാവടിച്ച അവളോട് ഷോ കാണിക്കുന്നു. അപ്പൊ കട്ടൻ ചാവടിച്ച എവളെ വിറ്റ് 4 പെക്കടിച്ച ഞാനാ വിറ്റ്. എന്താ മനസ്സിലാക്കാത്ത? അണ്ണാ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. അണ്ണാ നിങ്ങൾക്ക് ഒരു 3 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ടാ, ഒരു പൊടി കൊച്ചില്ലേ? അതെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇയാളെ വീട്ടിൽ പോയപ്പോ ആ കൊച്ചു തൊട്ടിൽ കിടന്ന് കരയണ്. ഒന്ന് ആട്ടിക്കൊടുക്ക ആരുമില്ല. അവസാനം ഞാനാണ് കഷ്ടം തോന്നി കയറി ആട്ടിയത്, അറിയാമോ? അതെനിക്കറിയാം. ഞാനുള്ള സമയത്ത് എന്റെ കുടുംബത്തിക്കാർ നീയാണ് ആട്ടുന്നതെന്ന്. എന്റെ കുടുംബത്തിക്കാർ കൂടുതൽ ആട്ടാൻ നിൽക്കല് ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. എനിക്കറിയാടാ എന്റെ ഭാര്യ നീ തമ്മിലുള്ള വിഷയം എനിക്കറിയാടാ. എനിക്കറിയാം എന്തായാലും എന്റെ ഭാര്യ നീ തമ്മിലുള്ള വിഷയം. അണ്ണാ അനാവശ്യം പറയല്ലേ കേട്ടാ, ആ സ്ത്രീയെ പറ്റി അനാവശ്യം പറയല്ലേ. എന്താണ്? ഞാൻ ഒരു ദൈവത്തെ പോലെയാണ് ആ ചേച്ചിയെ കാണുന്നത്, ഒരു വിഗ്രഹത്തെ പോലെയാണ് ഞാൻ ആരാധിക്കുന്നത്, അറിയാമോ? ഹലോ സുഹൃത്തെ, ആ വിഗ്രഹത്തിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും പൂജ നടത്തുന്ന കിഴങ്ങനായ ഒരു പൂജാരി ഇവിടെ നിൽപ്പുണ്ട്. വെളിയിൽ നിന്ന് പൂജയ്ക്ക് ആളെടുക്കുമ്പോൾ ഞാൻ പറയാം, പക്ഷെ പൂജയൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്, പക്ഷെ നടവരം അങ്ങോട്ട് പോകുന്ന ഒരു പിടിയിട്ടില്ല. എന്താ വിളിച്ചു വാരി പറയണം, എന്താണ് വിളിച്ചു വാരി പറയണം? എന്താണ്? എന്തൊക്കെ വല്ല ജോലിക്കാ കൂലിക്കാ അങ്ങനെ പോക്കൂടെ സുഹൃത്തെ? എടാ ഈ വിവരം വിദ്യാഭ്യാസവും ഇല്ലാത്ത എനിക്ക് ആര് ജോലി തരാൻ? ഇടാ അക്ഷയയിൽ കൊണ്ട് അപേക്ഷ കൊടുറാ. എടാ അക്ഷയയിൽ ഞാൻ കൊണ്ട് അപേക്ഷ എഴുതി കൊടുത്തെന്ന്. അത് നിനക്ക് എഴുത്തുമാനില്ലാത്ത നീ എങ്ങനെ അക്ഷയയിൽ അപേക്ഷ? അതല്ല, എനിക്ക് എഴുത്തുമാനെ അറിഞ്ഞൂടില്ല. ഞാൻ അവിടെ അക്ഷയ ചെന്നപ്പോ ഞാൻ നോക്കിയവര് പെണ്ണും പിള്ളേരുന്ന് അപേക്ഷ എഴുതി പൂരിപ്പിക്കുന്നു. അപ്പൊ ഞാനൊരു അപേക്ഷ എടുത്തിട്ട് ഈ പെണ്ണും പിള്ളേർ എഴുതും പോലെ അപേക്ഷ എഴുതി പൂരിപ്പിച്ച് ഞാൻ ഒരു ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് എന്താണെന്ന് എനിക്ക് 6 മാസം കൊണ്ട് വിധവ പെൻഷൻ വരണ്ടായി. എടാ നീ എന്താടാ, നീ ഒരു കാര്യം ചെയ്യും. എടാ നിനക്ക് 3 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ടാ, അതിനു വേണ്ടി നീ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടാ? എടാ 3 മാസം പ്രായമുള്ള കൊച്ചിന് ഞാൻ എന്തെന്നെടുത്ത് വെച്ച് ഷാവ് ചെയ്യാൻ? അതിന് വല്ല വേണ്ടേ? എടാ ഷേവ് ചെയ്യാനല്ലെന്ന് സേവ് ചെയ്യാൻ. എടാ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, നിനക്ക് അക്കൗണ്ട് ഉണ്ടാ? എന്ത് ബാങ്കിന്റെ? ആ ബാങ്ക് അക്കൗണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എടാ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അത് നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഒരു കാര്യം ചെയ്ത്, നീ ജോലി ചെയ്യുന്ന പൈസ എന്റെ കൊണ്ട് വന്നാൽ മതി. ഞാൻ ഇതിട്ട് കൂട്ടി 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 വച്ച് വലിയൊരു തുകയാവുമ്പോ അത് നിനക്ക് ഒരുമിച്ച് അങ്ങ് തരാം. ഐഡിയ ഒക്കെ കൊള്ളാം സാറേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. ഞാൻ വല്ലാം വിളിച്ചു പറഞ്ഞാൽ കൂടി പോകും കേട്ടാ. എന്താണ്? എടാ നീ ഒറ്റ ഒരുത്തം കാരണം എനിക്ക് പോലും പെണ്ണ് കിട്ടുന്നില്ല, അറിയാമോ? പറഞ്ഞ കേട്ടില്ല. നിനക്കാ പെണ്ണ് കിട്ടുന്നില്ല, നീ ഒറ്റ ഒരുത്തം കാരണം അപ്പൊ എനിക്കും പെണ്ണ് കിട്ടുന്നില്ല. എന്റെ അമ്മയ്ക്കാണെങ്കിൽ കാലിലാണി, അച്ഛനാണെങ്കിൽ മൂത്രത്തിൽ കല്ല്, എനിക്കാണെങ്കിൽ പെണ്ണും കിട്ടുന്നില്ല, അറിയാമോ? അപ്പൊ നിനക്ക് പെണ്ണല്ലട ആവശ്യം, പിന്നെ വലിയൊരു ചിറ്റിയിലാണ്. അതിന് ആദ്യം നിന്റെ അച്ഛന്റെ കല്ല് ഒടിച്ച് പൊട്ടിച്ച് അമ്മ ആണിയും വലിച്ച് വീഴുതട്. അല്ല നീ എന്റെ നെഞ്ചത്ത് ഒന്ന് കയറാതാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന നേരത്തെ കാല് തൂക്കി തറ അടിക്കും. എന്താണ്? ഹലോ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ മര്യാദയ്ക്ക് നടന്നുകൂടെ? നിങ്ങളെ വായി നടന്ന് നൊരയും പതയും വരുന്നു കണ്ടാ? കരളടിച്ചു പോയി. കരളടിച്ച് പോയല്ലെന്ന് സുഹൃത്തെ, നിന്റെ കരൾ പൊക്കോണ്ടിരിക്കുകയാണ്, നീ കള്ളു കുടിച്ച്. എന്റെ നിയമം എനിക്ക് കരളടിച്ച് പോയല്ല. ഞാൻ ഇന്നലെ എനിക്കൊരു പയന്റ് കിട്ടി. അപ്പൊ പയന്റ് അടിക്കണമല്ലോ. അപ്പൊ അച്ചാറ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ 1 രൂപ നമ്മളെ കൃഷ്ണകുമാറിന്റെ മോന്റെ കൊടുത്ത്. അവ ശ്രീജേഷിന്റെ കൊടുത്തു വിട്ടു. ശരി, അതായിരിക്കും. അപ്പൊ യവൻ വാങ്ങിച്ചോണ്ട് വന്ന് ഇത് അടിച്ചതിന് ശേഷം എന്റെ വായിന്ന് നൊരയും പോലെ വന്നോണ്ടിരിക്കുന്നത്. അച്ചാർ കൂട്ടി അടിച്ചാ പത വരുന്ന ഈ കരള് പോയതുകൊണ്ടാണ്. എടാ അച്ചാറെന്ന് ആര് പറഞ്ഞു? പിന്നെ യവൻ 1 രൂപ ഷാമ്പാണ് വാങ്ങിച്ചോണ്ട് നിന്ന്. ഷാമ്പുവാ? അതിനുശേഷം അത് അടിച്ചതിന് ശേഷം എന്റെ വായിന്ന് മൂക്കിന്നൊക്കെ നൊരയും പതയും പറഞ്ഞു. പിന്നെ കണ്ണിന്ന് കുമിള പറഞ്ഞതാ, വായിന്ന് കുമിള പറഞ്ഞ, ചെവിയെ കൂടെ കുമിള പറഞ്ഞ, പിന്നെ എവിടെ കൂടെ ഒക്കെ കുമിള പറഞ്ഞ. എന്താ ഇന്നലെ എന്നെ സിനിമാറ്റിക് ഡാൻസർ വന്ന് വിളിച്ചോണ്ട് പോയി. തലവുത്തന്നെ നിർത്തിയിട്ട് കുമിള വിടാൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ കല്ലൂടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. കല്ലൂടി നിർത്തണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കാണ്. കല്ലൂടി നിർത്തണമെന്ന് ആഗ്രഹം. വേണ്ട 10 പെഗ് മേടിച്ചിട്ട് എന്നിട്ട് കൈവെക്കണണ്ട. കല്ലൂടി നിർത്തണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കേ. ഒരു കോമഡി കാണിച്ചു തരാം. ഇത് പിടിച്ചേ. ഇതെനിക്ക് മനസ്സിലായില്ല. എന്താ കള്ളൂടി നിർത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈ വെക്കാതെ ഇതിങ്ങനെ 2 കൈയും പൊക്കിക്കുന്നു. ചിലപ്പോ അച്ഛന്റെ കല്ലൂടി നിർത്താനായിരിക്കും. അങ്ങനെ ആയിരിക്കും. അങ്ങനെ മോളിറങ്ങി തിരിച്ചായിരിക്കും. അതെ. മോളെ പേരെന്താണ്? എത്ര പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛന്റെ പേര് വരും കൃഷ്ണകുമാർ. അതെവിടെ? കൃഷ്ണകുമാർ ഷൊർണൂരിലല്ലേ? ഷൊർണൂരില്. അപ്പം കല്ലൂടി നിർത്താൻ താല്പര്യമൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞുതരാം. എന്താണ്? കല്ലൂടി നിർത്തണമെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ. എന്താണ്? നമുക്ക് ഒരു പെഗ് അടിക്കാൻ തോന്നുമ്പോ നമ്മളൊരു മാവിന്റെ തൈ നടണം. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് പ്രകൃതിയോട് സ്നേഹവും വരും, നമ്മളെ കല്ലൂടിയും പോകും. 2ാമത് പെഗ് അടിക്കാൻ തോന്നുമ്പോ വീണ്ടും ഒരു മാവിന്റെ തൈ നടണം. വീണ്ടും കല്ലുടിക്കണം തോന്നുമ്പോ 3ാമത് വീണ്ടും ഒരു മാവിന്റെ തൈ നടണം. അപ്പൊ നമുക്ക് കല്ലൂടി മറക്കുകയും ചെയ്യും, നമ്മൾ പ്രകൃതിയോട് സ്നേഹം വന്ന് മാവിന്റെ തൈ വെച്ച് പ്രകൃതിയോട് നമുക്കൊരു സ്നേഹവും വരും. അല്ല സുഹൃത്തെ, തൈക്ക് പറയും നെല്ലിക്ക തൈ നടുന്നതിൽ കുഴപ്പം വല്ലതുണ്ടോ? അത് കുഴപ്പമില്ല. അതെന്താണ്? അല്ല മാങ്ങക്കാല് നല്ല ടച്ച് നെല്ലിക്ക.
ടച്ചിങ്സാ ആ. നീ നന്നാകൂടാ പോടാ 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 നിന്റെ അല്ല കാര്യം ഒരു നോക്കിക്കോ. കാര്യം ലേലം വിളികളെ കേട്ടോ. ആ ലേലം വിളി പ്രിയമുള്ളവരെ ആടിന്റെ ലേലം വിളിക്കുകയാണ്. ആടിന്റെ ലേലം വിളിക്കാൻ പാടില്ല. അത് കാരണം നീ അങ്ങനെ വിളിക്കരുത്. ഏ? കാരണം യവൻ ഈ വിളിക്കുന്ന ആടിനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഏ? 4 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആടാണ്. ഞാൻ തീറ്റ കൊടുത്ത്, ഞാൻ കാടി കൊടുത്ത്, ഞാൻ തോല് കൊടുത്തുണ്ടാക്കിയ, ഞാൻ വളർത്തിയ ആടിനാണ് യവൻ ഈ ലേലം വിളിക്കാൻ വന്നത്. ആരും അയ്യോ നിങ്ങൾ 10 പേര് കണ്ട് 10 പേര് കണ്ടാ സുരേന്ദ്രല്ല. അതെ, അതെ. ആ മുഖത്തൊന്ന് ലൈറ്റ് അടിച്ചു കൊടുത്താണ്. നിങ്ങൾ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം. ആ. ഈ ആടിന് ഒരു കഥയുണ്ട്. ഒരു കാര്യം ചെയ്, ആ. നീ നമ്മുടെ ആ ബാക്കിൽ പോയി എന്ന് പറ അതിന്റെ കഥ. അല്ല കഥ പറയാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ. ഈ ആടിനൊരു പാട്ടുണ്ട്, അത് പാടല്ല. ഈ പാട്ടും പാടിയിട്ട് നിന്റെ പാട്ടിന് പോകണം. അല്ല പാടല്ല. ആ, പാടിക്കോ. സപ്പോർട്ട് ഞാൻ പാടാം. ആ പാടിക്കോ. മറിയേരമ്മേരാട്ടുകുട്ടി. എന്നിട്ട് മറിയേരമ്മേരാട്ടുകുട്ടി അറിയാം, പാടാറിയാം. കുറച്ചറിയില്ല എനിക്ക്. മരണം വേണം ആട്ടുകുട്ടി, മരണം വേണം സോപ്പ്. മതി, എനിക്കത് മതി. അത് മതി. അപ്പോ നമ്മളെ കുഞ്ഞുമോളെ അങ്ങ് താഴോട്ട് ഇറക്കുക. ഓക്കെ, അപ്പൊ ഇനി ആ മ്യൂസിക് ഒന്നിടൂ. എല്ലാവരും കൈയുടെ എടുത്താ. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ്. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി. സിസിലിക്കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തല്ലർ മുറുക്കാൻ പറ്റി. സിസിലിക്കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തല്ലർ മുറുക്കാൻ പറ്റി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പട്ടി. ഞാൻ അങ്ങോട്ട് പോകട്ടെ, അവരെ കൂടെ ഒന്ന് നോക്കട്ടെ. ഓടിക്കോ. മാട്ടുപട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസുകുട്ടി. സൂസുകുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുകുടി മോള് കുട്ടി. മാട്ടുപട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസുകുട്ടി. സൂസുകുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുകുടി മോള് കുട്ടി. മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തും വരെ ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി. ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി. അവരവിടെ നിൽക്കണം, നോക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. മോളിക്കുട്ടിക്ക് ആടുവാങ്ങാൻ കൂട്ടി വച്ചൊരു കായിപ്പെട്ടി. കായിപ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളനൊരു വാസുകുട്ടി. മോളിക്കുട്ടിക്ക് ആടുവാങ്ങാൻ കൂട്ടി വച്ചൊരു കായിപ്പെട്ടി. കായിപ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളനൊരു വാസുകുട്ടി. വാസുകുട്ടി കാശിനായി തപ്പി നോക്കി കായിപ്പെട്ടി. തപ്പി നോക്കിയ വാസുകുട്ടിക്ക് പാമ്പ് കുട്ടിരെ കൊത്തു കിട്ടി. തപ്പി നോക്കിയ വാസുകുട്ടിക്ക് പാമ്പ് കുട്ടിരെ കൊത്തു കിട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടമ്പട്ടി. സിസിലിക്കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തല്ലറ് മുറുക്കാൻ പറ്റി. സിസിലിക്കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തല്ലറ് മുറുക്കാൻ പറ്റി. മറിയേരമ്മേരാട്ടുകുട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ല നീ കയറി വന്ന പിള്ളേർ കൂടെ നല്ലൊരു കൈയ്യെടുത്ത, നല്ല കൈയ്യെടുത്ത. അടുത്ത പാട്ടുകൾക്ക് നമുക്ക് പിള്ളേരെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടിപൊളി. എല്ലാവർക്കും ഹായ്. ഓക്കെ, ഇപ്പൊ എന്തായാലും ആരും പോവരുത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം മണിച്ചേട്ടന്റെ അടിപൊളി പാട്ടുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഏയ് ഹലോ സുനേട്ടാ, ഐ സാമ്പിൾ പാറ്റാണ് പേര്.
Hello, check. Hello, check, check, check. Hello. 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 Hello, check, 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 check. Hello. Hello. Check, check, check. Hello. 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 ഒന്ന് ഔട്ട് Hello. ഔട്ട് ഓർക്കോ Hello, check, check, check. Hello. 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 Hello, Hello. check. Hello. 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 Hello, check. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ എന്റെ പുന്നാരേ ഒന്നുകൂടി പാടാം കണ്ണിമാങ്ങ പ്രായത്തിൽ എന്റെ പുന്നാരേ അടിപൊളി പോവാം പ്രായത്തിൽ എന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ മിന്നുന്ന പവന എന്റെ പുന്നാരെ വെള്ളെണ്ണക്കുള്ളുള്ള മിന്നുന്ന പവന എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരെ വീഴാതെ സൂക്ഷിക്കണേ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരെ വീഴാതെ സൂക്ഷിക്കണേ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ ചമ്മല്ലി കരിമീ ചമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള വിടക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചമ്പുളം ചമ്മല്ലി കരിമീ ചമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള വിടക്കണ മീനാണേ മീനുകൾ അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിന മീനുകൾ അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിന നേരം പോയി മീനും തീരെ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും തീരെ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ തന്നടച്ചപ്പോൾ ഈ കാര്യം പെണ്ണിനെ കണ്ടില്ല പെണ്ണിനെ കൊണ്ടില്ല നീയുള്ള പിടക്കിട മീനാണേ മൂത്ത മോള് കാത്തു
പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോരെന്തി പണി ചെയ്തു കല്യാണ കുട്ടികളിലിട വേലായതാ, കല്യാണ കുട്ടികളിലിട വേലായതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതോ, എന്റെ മോളെ കഷ്ടത്തിലകല വേലായതാ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ എന്തായാലും എല്ലാവരും ഇതാ പുറത്തിറങ്ങി രണ്ട് പാട്ടുകൾ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മുന്നിലേക്ക് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും മുന്നോട്ട്. ഓക്കെ, ആ പറ. ഓക്കെ, എല്ലാ പാട്ടുകളും വരുന്നുണ്ട്. ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു ഡ്യുവറ്റ് ആയിരിക്കും. സാധാരണ ഈ പാട്ട് 11 കൊല്ലത്തോളം ഞാൻ പാടിയിരിക്കുന്ന ശ്രീ എം ജി ശ്രീമാറിന്റെ കൂടെയാണ്, അദ്ദേഹത്തിന്റെ കൂടെയാണ് 11 കൊല്ലം ഞാൻ പാടിയത്. അത് കഴിഞ്ഞിട്ട് ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. നേരത്തെ എന്റെ കൂട്ടരെന്ന് പറഞ്ഞിട്ട് ബേസിലേട്ടറിനെ കൂട്ടിയ നേരത്തെ കൂട്ടർ പറഞ്ഞ ബേസിലേട്ടറിനെ കൂട്ടിയ ഹലോ ഹലോ കുറച്ച് മതി വരും കസ്തൂരി കസ്തൂരി കണക്കി
വിരിഞ്ഞാൽ അന്ന് തുള്ളിയായി നിന്നിൽ ഞാൻ ചേരും കുഴലുമായി പന്തലിൽ വന്നാൽ തകിടത്തകിലടി താളമായി മാറും പൂവനം ചുറ്റിരി കൊഞ്ചുവാൻ പൂവനം പോലെ നിന്നെ മൂടും ഓഹോ പുല്ലിയും പിച്ചിയും ചൂടിനി വന്ന് പൂമാല പോലെ ഞാൻ പുണരും നീ പൊട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാല ഇപ്പൊരൊന്ന് കസ്തൂരി എന്തോ എന്റെ കസ്തൂരി എന്താണ്? അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ തിങ്കിരി മാറത്ത് പടരാൻ മോഹം പൊട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാല ഇപ്പൊരൊന്ന് കസ്തൂരി എന്തോ എന്റെ കസ്തൂരി ആ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ തിങ്കിരി മാറത്ത് പടരാൻ മോഹം അടിപൊളി റിച്ചു താങ്ക് യു താങ്ക് യു ഹലോ 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 സ്പീക്ക് ഹലോ 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 സ്പീക്ക് ഹലോ 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 സ്പീക്ക് ഹലോ ഹലോ രഞ്ജ് ഹലോ ഹലോ ഓക്കെ ഇപ്പൊ എന്തായാലും പരിമിതമായിട്ടുള്ള സമയമാണ്. എല്ലാവരും ഒന്ന് വേദിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമോ? എല്ലാവരും ഒന്ന് വരുമോ? ഫ്രണ്ടിലേക്ക് വരുമോ? വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കട്ടക്ക് കൂടെ നിൽക്കാനുള്ള സമയമാണ് കേട്ടോ. അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. ഒരു പാട്ടും ഒരുപാട് പാട്ടുകൾ കോർത്തിരിക്കുള്ള ചെയിൻ സോങ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമോ? ഓക്കെ എല്ലാവരും വായോ. ഇവിടെയല്ല, സ്റ്റേജിലല്ല, ഫ്രണ്ടില്, സ്റ്റേജിന് ഫ്രണ്ടില് നിറഞ്ഞ് ഡാൻസ് ചെയ്യാൻ കേട്ടോ എല്ലാവരും. ഓക്കെ 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 അപ്പൊ എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. അടിപൊളി പാട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുക. ലാസ്റ്റ് ടൈമാണ്. check. Hello. Tataya, ho. Tataya, ho. सपनों में सजना पे दिल आ गया, क्यों सजना पे दिल आ गया। अरे नैनों में सपनों में सजना पे दिल आ गया, क्यों सजना पे दिल आ गया। तू ही छा गया, अरे नैनों में सपनों में सजनी पे दिल आ गया। Tataya,
सजना पे दिल आ गया ओहो 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 कुछ ही साल की लेके आऊंगा तेरे घर में तू एक दिन पाल की नीला गगन होगा सच्चा बंधन होगा अपना मिलन होगा मुझको तू ही जागना तू ही जागना हर नैनों में सपना सपनों में सजना सजना पे दिल आ गया क्यों सजना पे दिल आ गया और नैनों में सपना सपनों में सजनी सजनी पे दिल आ गया क्यों सजनी पे दिल आ गया ഹലോ ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് ചെക്ക് ഓക്കെ ഇപ്പൊ എന്തായാലും അവസാനത്തെ ഒരു സോങ്ങോട് കൂടി പരിമിതമായിട്ടുള്ള സമയമാണ്. മുക്കാല കാതലൻ വേൽമുരുകയാണ്. ഓക്കെ, മുക്കാല കാതലൻ എന്ന ചിത്രത്തിലെ മുക്കാല എന്ന് തുടങ്ങുന്ന ഗാനം ഇവിടെ. ഓക്കെ, അടിച്ചു പൊളിക്കല്ലേ? പരിമിതമായിട്ടുള്ള സമയമാണ്. ഓക്കെ, എല്ലാവരും പ്ലീസ്, നമുക്ക് പാട്ട് പാടാനുള്ള സമയം ഉണ്ടാവില്ല. എല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുക നമ്മുടെ സ്റ്റേജിൽ നിന്ന് കേട്ടോ. ലാസ്റ്റ് സോങ് അല്ലേ, ഇപ്പൊ എല്ലാവരും കൂടെ കൂടി പൊളിക്കാൻ. മക്കൾ എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കോ. എല്ലാവരും മോളം താഴേക്ക് ഇറങ്ങി നിൽക്കും എല്ലാവരും. ലാസ്റ്റ് സോങ് ആണ്. ചെക്ക് ചെക്ക് ചെക്ക്. താങ്ക് യു. ലാസ്റ്റ് സോങ് ആണ്. ഇപ്പൊ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും നന്ദി പറയാണ്. ഡോംബിവലി കേരള സമാജത്തിലെ എല്ലാവരോടും അകമഴിഞ്ഞ് നന്ദി. ഇത്രയും നേരം ഇവിടെ നിന്ന് 10 o'clock. താങ്ക് യു സോ മച്ച്. യു ലവ്ലി ക്രൗഡ്. വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒന്നിൽ ഒരു പ്രാവശ്യം നമുക്ക് പാളിപ്പോയി, പക്ഷേ സെക്കൻഡ് ടൈം വി മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് താങ്ക്സ് ടു എവറി വൺ ഹു മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ വിഷ് ചെയ്യാണ്. ഇത്രയും നേരമായിട്ട് നമ്മൾ ആരും അത് പറഞ്ഞില്ല. അപ്പോൾ ഹാപ്പി 2024 ബി എ വെരി പ്രോസ്പെറസ് വൺ. എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു 2024 ഞാൻ ആശംസിക്കുവാണ്. എവിടെ ബാസിൽ വാ, പാടണ്ടേ? Ole 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 ole.
വീണാൽ തോട്ടാവിൽ കാതൽ വീഴുവാ സുമ്മികൾ നാട്ടി കണ്ട് വലകൊണ്ട് വീശിന വിൺമീകൾ കയ്യിൽ വരുവാ ഭൂകമ്പം വന്നാൽ എന്നെ ഭൂലോകം വെന്താൽ എന്നെ ആകായം കൊണ്ടാടുമ എന്നാടും എന്നാകും പിന്നാലാത് സ്റ്റോറി കണ്ണാലാത് ലവ് സ്റ്റോറി കണ്ണാടിതെ തീരെ നല്ലാടിതെ സിനിമാനുമേ സലിക്കാതെ പാടലാ മുക്കാല ലൈല ഓ ലൈല മുക്കാപ്പിള്ള സുക്കമല ലൈല ഓ ലൈല Ole 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 Put your hands together. Yara 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 ഹലോ കേരളീയ സമാജത്തിൻ്റെ 75ാം ജൂബിലിയായിട്ട് ഇവിടെ പങ്കെടുത്ത ഇവിടെ വന്നു ചേർന്ന എല്ലാ ബഹുമാനരായ സമാജ മെമ്പർമാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. നമസ്കാരം. ഡോംബിവലി കേരളീയ സമാജത്തിൻ്റെ 74ാമത് വാർഷികാഘോഷ പരിപാടികൾ ഒരു വൻ വിജയമാക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കേരളീയ സമാജത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി ദേശീയ ഗാനത്തോടെ നമ്മൾ ഇന്ന് ഈ സായാഹ്നം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഗുഡ് നൈറ്റ്.